പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാനിപ്പം ഇതിനകത്ത് പീഡനം അനുഭവിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കൈമുക്കി. വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവർ പീഡിപ്പിക്കുകയോ സ്വയം പീഡിതനായി മാറുകയോ ഒക്കെ ചെയ്യാത്ത ഒരു വിശുദ്ധനിൽ വിശുദ്ധനുണ്ടെങ്കിൽ ഒന്ന് കൈമുക്കി. ഓക്കെ, വളരെ സന്തോഷം. കാത്തു വെച്ചോളൂ. ആക്കിയതാണെന്ന് മനസ്സിലായി. ലിസ്റ്റ് തുറക്കരുത്. ഞാനിത് പറയാൻ കാരണം, ആളോടെ സഡൻ ഒരു ദിവസം ഈ സ്റ്റേജിൻ്റെ മുകളിൽ വന്ന് നിൽക്കുന്ന രജിത് കുമാർ അല്ല. കഴിഞ്ഞ 32 വർഷം കൊണ്ട് സിനിമ സീരിയൽ ഫീൽഡിൽ തെണ്ടി നടന്ന്, ചാൻസ് അന്വേഷിച്ചെന്നല്ല, തെണ്ടി നടന്ന് പല ലൊക്കേഷനും പോയി കാവലിരുന്ന് 10 വർഷം 93 മുതൽ 2002-3 വരെ, 2002 എന്നാണ് കല്യാണം നടക്കുന്നത്, അതുവരേക്കും പല ലൊക്കേഷനുകളിലും പോയി കാവലിരുന്ന് ജീപ്പിൽ തൂങ്ങി പല സെറ്റുകളിലും പോയിരുന്നിട്ട് അവസാനം ഇന്നില്ല നിങ്ങളുടെ വേഷം, നാളെ എന്ന് പറഞ്ഞ് മാറി അവിടെ നിന്ന് വീണ്ടും വണ്ടിക്കൂലി പോലും നേരെയില്ലാതെ കിലോമീറ്ററുകൾ ദൂരെയുള്ള വീട്ടിലേക്ക് വന്നിട്ട് അടുത്ത ദിവസം വീണ്ടും പോയി. അങ്ങനെ ഒരുപാട് സഞ്ചരിച്ചു. പക്ഷെ അതിൻ്റെ ഇടയിലും പഠിക്കാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രം കാലടി ശ്രീശങ്കര കോളേജിൽ 96 അധ്യാപകൻ അല്ലെങ്കിൽ ലെക്ചറർ അല്ലെങ്കിൽ പ്രൊഫസർ എന്ന് പറയുന്ന രീതിയിൽ ജോലി കിട്ടി. ആ ജോലി കിട്ടിയതുകൊണ്ട് കൊറോണ സമയത്ത് കലാകാരന്മാർ പലരും പട്ടിണിക്ക് കിടന്നപ്പോഴും ഗവൺമെൻറ് സർവൻ്റ് ആയതുകൊണ്ട് കൃത്യമായി ശമ്പളം കിട്ടുകയും നന്നായി ജീവിക്കാനും പറ്റും. അത് കഴിഞ്ഞ് ആ പ്രണയം, ഒരു പ്രണയമുണ്ട്, ഭയങ്കര പ്രണയമാണ്, അത് സിനിമയോട് തന്നെയാണുള്ള പ്രണയം. കാരണം 1054ഓളം സർട്ടിഫിക്കറ്റ്സ് 7 കോളേജുകളിലൂടെ പഠിച്ച് യൂണിവേഴ്സിറ്റിയിൽ ഞാനും മനുവർമ്മയും താരാ കല്യാണം ഒരുപോലെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ താരാ കല്യാൺ വേറൊരു മേഖലയിലും മനുവർമ്മയ്ക്ക് ജഗന്നാഥവർമ്മ സാർ എന്ന് പറയുന്ന അച്ഛൻ്റെ ബാക്ക് ബോണും ആരുമില്ലാത്ത ഒറ്റ വ്യക്തി എന്നുള്ള നിലയിൽ, മീൻസ് ബാക്ക് ബോണുകളോ സപ്പോർട്ടുകളോ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് സ്വയം തുഴയേണ്ടി അങ്ങനെ തുഴഞ്ഞു തന്നെ വന്നു. അത് കഴിഞ്ഞ് 17 വർഷക്കാലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചാനൽ ചർച്ചകളിൽ നിരന്തരം ഫൈറ്റ് ചെയ്ത് അടികൂടി നന്മയ്ക്ക് വേണ്ടി സമൂഹത്തിൽ പീഡനം അനുഭവിക്കുന്നവർക്ക് വേണ്ടി കൂടുതൽ പീഡനങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഒക്കെ ചെയ്ത് ഒരുപാട് കഴിഞ്ഞിട്ടാണ് 2000-ൽ എൻ്റെ പീഡനങ്ങൾ, ഞാൻ അനുഭവിച്ച പീഡനങ്ങൾ കണ്ട് ദൈവത്തിന് പോലും മനസ്സലിഞ്ഞിട്ടുണ്ടാവണം. അന്നാണ് 2019, ഞാനിത് നിങ്ങൾക്കൊരു ആത്മവിശ്വാസത്തിന് വേണ്ടി പറയുന്നതാണ്. കാരണം 30 വർഷം കൊണ്ട് 35 വർഷം കൊണ്ട് അതവിടെ അങ്ങനെ തന്നെ നിൽക്കട്ടെ, 2019 നവംബറിൽ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലേക്ക് എന്നെ വിളിക്കുന്നത്. ആ വിളിക്കുന്ന സമയത്ത് ഞാൻ നോ എന്നാണ് പറഞ്ഞത്. അവർക്ക് തന്നെ അറിയാം. കാരണം എനിക്കിതെന്താണ് സംഗതി എന്ന് അറിയില്ല. അറിയാത്തൊരു സ്ഥലത്ത് പോയി വേഷം കെട്ടിയിട്ട് കാര്യമില്ല. ഞാനത് കണ്ടിട്ടുമില്ല. അതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല. വീണ്ടും അവർ ആ സമയത്ത് എനിക്കൊരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജീൻസിനെതിരെ പറഞ്ഞു, ലെഗിൻസിനെതിരെ പറഞ്ഞു, ആനയാണ്, ചാനലിൽ കട്ട് ചെയ്ത് സ്ത്രീ വിരുദ്ധ പ്രഭാഷണം, അത് ഇത്. ഞാൻ എന്ന് പറയുന്നത് എൻ്റെ അമ്മ എന്ന് പറയുന്ന സ്ത്രീക്ക് വേണ്ടി ജീവിതം അർപ്പിച്ചിട്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതായത് ഇപ്പം പ്രൊഡ്യൂസർ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കൈയടിച്ചത്, വേറെ ആരും കൈയടിക്കുന്നത് ഞാൻ കണ്ടില്ല. ഞാനുള്ളത് തുറന്നു പറയുന്ന ആളാണ്. ഒന്നും അപ്പം കൊണ്ടുപോയിട്ട് പിന്നെ പറയത്തില്ല, അപ്പോൾ പറഞ്ഞിട്ടങ്ങ് പോകും. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ത്രീ ഫൈറ്റ് ചെയ്ത് ഒറ്റയ്ക്ക് ഒരുപാട് പീഡനങ്ങൾ, മാനസിക പ്രയാസങ്ങളും കഷ്ടപ്പാടും അനുഭവിച്ചു വന്ന എൻ്റെ അമ്മയുടെ ജീവിതം എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടികളും ഒരു സ്ത്രീകളും അതുപോലെ തന്നെ ഞാൻ ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. ഒരു പുരുഷനും ഒരു ആൺകുട്ടികളും പീഡനം അനുഭവിക്കാൻ പാടില്ല എന്നുള്ളത്. പലപ്പോഴും സ്ത്രീകൾക്ക് നിയമസംരക്ഷണം ഉള്ളതുകൊണ്ട് പുരുഷന്മാരുടെ വാക്കുകൾ കേൾക്കാനോ അവർക്ക് വേണ്ടി പറയാനോ മുഖ്യധാരയിൽ പലപ്പോഴും ആരും ഉണ്ടാകാറില്ല. ഇപ്പം ഇന്നലെ ഞാൻ നോക്കാം, ഒത്തിരി ചാനലുകാർ എന്നെ വിളിച്ചു, ഞാൻ പിടികൊടുത്തില്ല, ഓടി. ഇപ്പൊ ബിന്ദുവിനോട് ഞാൻ പറഞ്ഞു, ബിന്ദു ഒക്കെ അനുഭവിച്ച ജീവിതത്തിന്റെ കഷ്ടതകളും ദുഃഖങ്ങളും ഒക്കെ തുറക്കാൻ തുടങ്ങിയാൽ ഒരുപാടുണ്ട്, നമുക്കൊക്കെ ഒരുപാട് പറയാനുണ്ട്. പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയങ്ങളിൽ പറയുന്നതായിരിക്കും ഒരുപക്ഷെ നല്ലത്. അതല്ലാതെ വർഷങ്ങൾ കഴിഞ്ഞ് 15, 20, 30 വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറെ കരിയോയിലുകൾ മാറിക്കൊണ്ട് നടക്കുക എന്ന് പറയുന്നത്, അതിനോട് എനിക്ക് പലപ്പോഴും യോജിപ്പ് വന്നിട്ടേ ഇല്ല. നിങ്ങൾക്ക് യോജിക്കണമെങ്കിൽ യോജിക്കാം, യോജിക്കേണ്ടെങ്കിൽ യോജിക്കാം. നമുക്കൊരു ചിന്തയുണ്ട്, എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒന്ന് നോക്കി സ്റ്റാൻലി കറുത്ത മനുഷ്യന് വയറുമുണ്ട്, അപ്പോൾ വെള്ളം അടിക്കാനുള്ള സാധ്യതയുണ്ട്. നല്ല കുപ്പായിട്ട് ഇരിക്കുകയായി. അടുത്ത ആൾ, പയ്യൻ ക്യാമറാമാൻ, ഇവനാള് ശരിയല്ല. ഇങ്ങനെ ഉള്ള ഒരു മുൻധാരണ പലപ്പോഴും നമുക്കുണ്ട്. നമുക്ക് ചില കണ്ട അങ്ങോട്ട് സഹിക്കത്തില്ല. ഇപ്പം തന്നെ ഞാൻ വന്നിറങ്ങി കാർ മാറ്റിയിട്ട് തിരിച്ച് ഞാൻ ഇതുവഴി കടന്നുപോയി. എനിക്ക് സ്ഥലം അറിയില്ലായിരുന്നു. ഞാൻ കടന്നങ്ങ് പോയപ്പോൾ ഇവിടെ ഇത് കെട്ടിയിരിക്കുന്നു, നോക്കിയപ്പോൾ റെഡ് കാർപ്പറ്റ് തിയേറ്റർ കണ്ടു. അവിടെ പോയി വളഞ്ഞ് പിന്നെ അങ്ങ് പോയി തിരിച്ചു വന്ന് ഞാൻ കയറുമ്പം എന്നെ സ്വീകരിക്കാൻ വേണ്ടി ആതിഥ്യ മര്യാദയിൽ 2 പേര് ഓടി അങ്ങോട്ട് വന്നു. ദെൻ മറ്റൊരാൾ അവിടെ നിന്നുകൊണ്ട് ഞാൻ തുറന്നിറങ്ങി വരുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്, അദ്ദേഹം പറഞ്ഞ അവൻ്റെ ഇയാളാണോ എന്ന ചോദ്യത്തിന് അത്രത്തോളം ഒരു ഗ്രാസ്പില്ല. കാരണം
അപ്പൊ ഇന്നലെ മെനഞ്ഞാന്ന് സിദ്ദിഖിക്ക് ഇവിടെ വരികയായിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കര റെസ്പെക്ട് ആയിരുന്നു അല്ലെ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് പൊങ്ങി നടക്കുകയാണെങ്കിൽ നമ്മൾ ചുമന്നുകൊണ്ട് നടക്കാൻ വേണ്ടി നമ്മൾ കുറേ പേരുണ്ടാവും. ഇനി കഷ്ടപ്പെട്ട് വളർന്നു കയറി ഉയർന്നു കഴിഞ്ഞാൽ അവരെ ഒന്ന് വലിച്ച് താഴെയിട്ട് ആളിച്ച് വൃത്തികേടാക്കി കരിയോയിൽ ഒഴിച്ചില്ലെങ്കിൽ നമുക്ക് സംതൃപ്തി ഉണ്ടാവില്ല. കുറെ സാഡിസം മെന്റാലിറ്റിയോട് കൂടിയാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആലോചിക്കും. അതുകൊണ്ട് ഞാൻ നേരത്തെ ചോദിച്ചത്, ഒരമ്മ ഏറ്റവും കൂടുതൽ പീഡനത്തിന് വിധേയമായി സ്വയം പീഡനം എന്ന് പറയുന്ന വാക്ക് ഇൻവെർട്ടഡ് കോമയിൽ വേണം ചിന്തിക്കാൻ. ഒരുപാട് പീഡനത്തിന് സ്വയം വിധേയമായിട്ടാണ് ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കുന്നത്. ഇന്നത്തെ സിസേറിയനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, മയക്കിയിട്ടിട്ട്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ വേദന അനുഭവിച്ച അമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന അതേ വേദനയോടുകൂടിയാണ് ഒരു തിരക്കഥാകൃത്ത് ഒരു കഥ സൃഷ്ടിച്ച് അതിന്റെ പുറകെ സംവിധായകൻ നടന്ന് അതെല്ലാം എഴുതി റെഡിയാക്കിയിട്ട് പാവം പ്രൊഡ്യൂസർമാരുടെ പുറകെ തെണ്ടി നടന്ന് ആ പ്രൊഡ്യൂസർമാരെ കണ്ടെത്തി അവർ തയ്യാറായതിനു ശേഷം പിന്നെ അതിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് എന്ന് പറയുന്ന രീതിയിൽ ഡയറക്ടർ, അസോസിയേറ്റ് ഡയറക്ടർമാര്, അസിസ്റ്റന്റ് ഡയറക്ടർമാര് 1 മാസം, 1.5 മാസം, 3 ആഴ്ച, 2 ആഴ്ച റൂമുകൾ എടുത്ത് ഇത് അത്രയും സീൻ ഓർഡർ ഉണ്ടാക്കി ചാർട്ട് ചെയ്ത് ലൊക്കേഷൻ കണ്ട് ഇതെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ ആർട്ടിസ്റ്റും കാസ്റ്റിങ്ങും എല്ലാം നടത്തി റെഡിയാക്കി പിന്നെ ഷൂട്ട് തുടങ്ങി. ആ ഷൂട്ട് പിന്നെ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം ആണെങ്കിൽ അത് നടന്നു കഴിഞ്ഞിട്ട് അതും കഴിഞ്ഞ് ആ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് എന്ന് പറയുന്ന രീതിയിൽ എഡിറ്റിങ്ങും ഡബിങ്ങും പിന്നെ മിക്സിങ്ങും എഫക്റ്റും എല്ലാം കഴിഞ്ഞ് 6 മാസക്കാലത്ത് ഏറ്റവും വലിയ പീഡനങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും എല്ലാം പ്രയത്നങ്ങളും വെച്ച് അത് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തിയേറ്ററിലോട്ട് കൊണ്ടുവന്ന് കയറ്റി റിലീസിന് വരുമ്പോൾ ചില മോന്മാര് യൂട്യൂബിൽ വന്നിരുന്ന് റിവ്യൂ എന്ന് പറയുന്ന രീതിയിൽ ആ സിനിമകളെ ചാനലുകളിലെ പ്രോഗ്രാംസിനെ വലിച്ച് കീറി വൃത്തികേടാക്കും. ഇത് കാണാൻ അവന്റെ യൂട്യൂബിനകത്ത് മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന കയറി അവൻ ഇതിലൂടെ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മേഖലയിൽ 100 കണക്കിന് ആൾക്കാർ കഷ്ടപ്പെട്ട് പാടുപെട്ട് ജീവിതം ഹോമിച്ചുകൊണ്ടാണ് ഈ യൂണിറ്റിലെ പ്രൊഡക്ഷൻ ബോയ് തൊട്ട് പ്രൊഡ്യൂസർ വരെ അതിന്റെ പുറകെ പോകുന്നത്. ഇതൊരു ബിസിനസ് തന്നെയാണ്. ഇതേ നേരത്തെ പറഞ്ഞു, ഇവിടെ ഇൻഷുറൻസ് പരിരക്ഷയൊക്കെ വെച്ച് എല്ലാവർക്കും ശമ്പളം, എല്ലാവരും ഹാപ്പിയാണ്. പൈസ കിട്ടുമെങ്കിൽ വളരെ ഹാപ്പിയാണ്. ഞാൻ പാഷൻ മൂത്തിട്ട് ഇറങ്ങിയ ആളാണ്. ചിലർ എന്നെ വട്ടെന്നും വിളിക്കാറുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ചിലർ പറയും അങ്ങേർക്ക് തലയ്ക്ക് സുഖമില്ല എന്ന് പറയും. പക്ഷെ നാളെ ഒരു നാഷണൽ അവാർഡോ ഇന്റർനാഷണൽ അവാർഡോ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര ജീനിയസ് ആണ് കേട്ടോ, ഭയങ്കര മിടുക്കനാണ്, ഇതേ നാക്കുകൊണ്ട് അടിച്ചതായി. ഇത് പറയാൻ കാരണം 2020 ബിഗ് ബോസിലെത്തി. ബിഗ് ബോസിന്റെ ഇന്റർവ്യൂ അതെല്ലാം കഴിഞ്ഞ് തന്നെയാണ് അവിടെ എത്തി. ഞാനും ഇന്റർവ്യൂവിന് പങ്കെടുത്തു. ആ പങ്കെടുത്ത് കഴിഞ്ഞ് ബിഗ് ബോസിന്റെ ഇന്റർവ്യൂവിന് ചെന്നു. 2020 ജനുവരി 3 ചെന്നൈയിൽ ബിഗ് ബോസ് ഓഡിറ്റോറിയത്തിലേക്ക്, ഷോയുടെ ഓഡിറ്റോറിയത്തിലേക്ക് കയറി നമ്മൾ ഭയങ്കരമായി റെസ്പെക്ട് ചെയ്യുന്ന ലാലേട്ടൻ എന്ന് പറയുന്ന മഹത് വ്യക്തിയുടെ മുമ്പിൽ ഞാൻ എത്തിച്ചേരുന്നു. അദ്ദേഹം സ്വീകരിച്ചു, അനുഗ്രഹിച്ചു. ബിഗ് ബോസ് ഹൗസിലേക്ക് 2020 ജനുവരി 3 പോയി കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. പിന്നെയൊക്കെ നാട്ടിൽ സംഭവിച്ചു എന്നാണ്, നാട്ടിലെല്ലാം പാട്ടായി എന്ന് പറഞ്ഞ കണക്ക് പുറത്ത് എന്തൊക്കെയോ സംഭവിച്ചു. പക്ഷെ എനിക്ക് ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളുണ്ട്. എന്താന്ന് വെച്ചാൽ, എന്നെ വിശ്വസിക്കുന്ന ഒരാളിനെ ഞാൻ ഒരിക്കലും ചതിക്കത്തില്ല. എനിക്കൊരു വർക്ക് തന്നാൽ അത് 150 അല്ല 300 ഇരട്ടി, അത്രയും ഇരട്ടി ഡെഡിക്കേഷനോടെ തന്നെ ഞാനത് ചെയ്തിരിക്കും. എനിക്ക് അഭിമാനത്തോടെ പറയാം. ഒരു വാക്ക് ഞാൻ പറഞ്ഞാൽ, നിന്നെ തട്ടുമെന്ന് പറഞ്ഞാലല്ല, ഞാൻ വരും എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വന്ന് ചെയ്തിരിക്കുമെന്ന് പറഞ്ഞാൽ ഉറപ്പായി വരാൻ 100% ശ്രമിക്കും. എന്തെങ്കിലും അസൗകര്യം മാനുഷികപരമായിട്ടുണ്ടായ ഞാൻ അത് ഉത്തരവാദിയാണ്. അപ്പോൾ ബിഗ് ബോസ് ഷോയിൽ കയറി, അത് കഴിഞ്ഞ് പുറത്തിറങ്ങി. 2020 മാർച്ച് 15 70ാമത്തെ ദിവസം ആ സ്ഥാനത്ത് എനിക്ക് പുറത്താവേണ്ടി വന്നു. 70ാമത്തെ ദിവസം ഞാൻ വളരെ ദുഃഖിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് എയർപോർട്ടിൽ വന്നിറങ്ങുന്നത്. എനിക്ക് ബോധം പോലും ഉണ്ടായിരുന്നില്ല. 70 ദിവസം ഒരു വീട്ടിൽ അടച്ചിട്ട് ലോകം പോലും കാണാതെ വളരെ, അതും 17:1 എന്ന് പറയുന്ന രീതിയിലൊക്കെ ഒരാൾ താങ്ങിയിരിക്കാൻ പോലും ഇല്ല. ആ ലെവലിൽ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ സ്വീകരിക്കാൻ നിന്നപ്പോൾ വളരെ സന്തോഷം തോന്നി. പക്ഷെ അപ്പോഴാണ് ഒരു അടുത്ത പീഡനം വരുന്നത്. ഞാൻ ആളിനെ വിളിച്ചു കൂട്ടി എന്ന് പറഞ്ഞ് എനിക്കെതിരെ ഒരു കേസ്. കുറെ പേര് എന്നെ ഉമ്മ വെച്ചപ്പോൾ കൊറോണ വളരാൻ കാരണം ഞാനായി എന്ന് പറഞ്ഞ അടുത്ത കേസ്. ഒരു ഉമ്മയ്ക്ക് 67,000 രൂപ ഹൈക്കോടതിയിൽ വക്കീലന്മാർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ കേസുകളെല്ലാം അങ്ങ് തള്ളിക്കളഞ്ഞു. സംഭവം തീർന്നു. കാരണം എന്താ, ഈ വളർച്ചയിൽ ആർക്കൊക്കെയോ സഹിച്ചില്ല. അതാണ് സംഭവം. ഇപ്പൊ ഞാൻ ഈ വേഷം ഇട്ടുകൊണ്ട് വന്നു. ഈ വേഷം ഇട്ടുകൊണ്ട് വന്നത് എനിക്ക് വേണ്ടിയല്ല. ആക്ച്വലി ഞാൻ പലപ്പോഴും ആലോചിച്ചും ചിന്തിച്ചിട്ടുമാണ് ഓരോന്നും ചെയ്യുന്നത്. ഈ വേഷം ഇട്ടുകൊണ്ട് വരുന്നത് എനിക്കറിയാം, എന്നെപ്പോലെ മധ്യവയസ്കരായിട്ടുള്ള അല്ലെങ്കിൽ പ്രായമുള്ള സ്ത്രീ പുരുഷന്മാർ തൻ്റെ മനസ്സിലെ പാഷനായ അഭിനയം എന്ന് പറഞ്ഞ ആഗ്രഹത്തോടു കൂടി നടക്കുമ്പോൾ പലപ്പോഴും പല വീട്ടിൽ പ്രാരാബ്ധ കർമ്മങ്ങളിലൂടെ മക്കളുടെ പ്രശ്നം, ഭർത്താവിൻ്റെ പ്രശ്നം, ഭാര്യയുടെ പ്രശ്നം, വീട്ടിൻ്റെ പ്രശ്നം, കാടം, അസ്വസ്ഥത, ഇങ്ങനെ ഒരുപാട് കഥകൾ ഞാൻ കേൾക്കാറുണ്ട്. 2000-ഓളം കൗൺസിലിംഗ് ഷോകളിലൂടെ ഇതൊക്കെ നിർത്തി.
അപ്പോൾ ഞാൻ ഇട്ടുകൊണ്ട് വരുന്ന എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കണ്ടിട്ടെങ്കിലും ഒരമ്മച്ചിക്കോ ഒരപ്പച്ചനോ എനിക്കും ഇതുപോലെയൊക്കെ ഒന്ന് ആവണം, സ്മാർട്ടായിട്ട്, എന്തായാലും ഇനി ഒരു കൊറോണയ്ക്ക് ബാക്കിയില്ല, അപ്പൊ നന്നായി തന്നെ അണിഞ്ഞൊരുങ്ങി നടക്കണം എന്നൊരു തോന്നൽ വന്ന് അവരെങ്കിലും ഒന്ന് ഉത്തേജിക്കപ്പെടട്ടെ, പുതിയ തലമുറയിലെ പിള്ളേർ ഏറ്റവും ഗംഭീരമായി വരട്ടെ എന്നൊക്കെ ആഗ്രഹിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഷോകൾ വിളിക്കുമ്പോൾ ഞാൻ മനഃപൂർവ്വം തൊലിക്കട്ടിയോടെ ഇങ്ങനെയുള്ള വേഷങ്ങളോടെയൊക്കെ വരുന്നത്. എനിക്കൊരു മടിയില്ല. കാരണം നല്ല തൊലിക്കട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് ഞാനിങ്ങനെ പഠിച്ച് വരികയാണ്. ഇപ്പം സിനിമ മാത്രമല്ല ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, സംവിധാനം പഠിക്കുന്നുണ്ട്. ചെസ് എന്ന് പറയുന്ന ഡയറക്ടറുടെ രാജ്ബാബു ചേട്ടൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഇപ്പം 3 സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ കഴിഞ്ഞു. ഫെഫ്കയിൽ നിന്ന് എനിക്ക് ഡയറക്ടറുടെ കാർഡ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാം നല്ല വഴി പോകണം. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ ഡിസൈനറായി അവരെന്നെ പ്ലേസ് ചെയ്തു. കന്യാകുമാരിയിലായിരുന്നു ഷൂട്ട്. 15 ദിവസം ഷൂട്ട് കഴിഞ്ഞു. ഇവിടെ ഷൂട്ടിൽ പങ്കെടുത്ത ചില ആൾക്കാരിനകത്തുണ്ട്. പ്രൊഡക്ഷൻ ഡിസൈനർ എന്നുള്ള നിലയിൽ ഏകദേശം 39 ആർട്ടിസ്റ്റുകൾക്കും 6 ടെക്നീഷ്യൻ സെക്ഷൻസിനും, എന്ന് വെച്ചാൽ ആർട്ട്, മേക്കപ്പ്, കോസ്റ്റ്യൂം, ഇവർക്കെല്ലാം ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്തതും ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസറിനോട് എമൗണ്ട് പറഞ്ഞ് വാങ്ങിച്ചു കൊടുത്തതും. കാരണം ഇവരെല്ലാവരും ആരായിരുന്നു എന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ 20 സിനിമകൾ ചെയ്തു കഴിഞ്ഞു. 6 ഇറങ്ങി. ഈ ഓണത്തിന് 2-3 ഇറങ്ങുന്നുണ്ട്. കുറച്ചെണ്ണം വരാൻ റെഡി ആയിരിക്കുന്നുണ്ട്. 21 ഒന്നാമത്തെ സിനിമ പെട്ടിയിലാണ്. നടക്കില്ലെന്ന് എനിക്ക് ഉറപ്പില്ല. ബാക്കി 20 വരും. അതുകൊണ്ട് അങ്ങനെ കാത്തിരിക്കും. അതിനകത്തുള്ള ആൾക്കാരെയാണ് ഞാൻ തപ്പിയെടുത്തിട്ട് ഈ സിനിമകളിൽ വേഷം കൊടുത്തത്. അതിലൂടെ പ്രൊഡ്യൂസർ കഴിഞ്ഞ വർഷം സിനിമ ചെയ്ത ശ്രീലങ്കൻ സുന്ദരി ഇൻ അബുദാബി എന്ന് പറയുന്ന അനൂപ് മേനോൻ ചേട്ടൻ്റെ സിനിമ എടുത്ത ലേഡി പ്രൊഡ്യൂസറും ഡയറക്ടറാണ് കൃഷ്ണ പ്രിയദർശൻ. അദ്ദേഹത്തിൻ്റെ ആ സിനിമയിൽ അഭിനയിച്ചിട്ട് വന്നിട്ട് അമ്പിളി സജി ഇവിടെ ഇരിപ്പുണ്ടെന്നും, അമ്പിളി ചുമ്മാ കൈവൊക്കിയാൽ മതി, താത്തു വയ്ക്കൂ, ജിൻസി ചിന്നപ്പൻ ഇരിപ്പുണ്ട്, കൈവൊക്കൂ, ഇരുന്നോളൂ. ഇവർക്ക് എല്ലാം സത്യം അറിയാമെന്നുള്ളതാണ്. ഇവരെ എല്ലാം ചേർത്ത് ഈ ടെക്നീഷ്യൻസിനും ചേർത്തിട്ടും 9,80,000 രൂപ, 10 ലക്ഷത്തിനകത്ത് മാത്രമേ ആ സിനിമാ ഷൂട്ടിന് ഞാൻ കണക്ക് കൊടുക്കുമ്പോൾ ആയിട്ടുള്ളൂ എന്നുള്ളത് എനിക്ക് അഭിമാനമുള്ള ഒരു സംഭവമാണ്. 15 ദിവസത്തെ വർക്ക്. ആർട്ടിസ്റ്റുകൾ ആരൊക്കെയാണ്? ഞാൻ തന്നെയാണ് ഫിക്സ് ചെയ്തത്. അതിൽ അഭിമാനമുണ്ട്. കാരണം അവർക്ക് എന്നെ വിശ്വാസമായിരുന്നു. കൃഷ്ണപ്രസാദ് ആയിരുന്നു മെയിൻ ആർട്ടിസ്റ്റ്, ലതാദാസ് ആയിരുന്നു, കൈലാഷ്, ഇവരെല്ലാം വമ്പൻ പൈസ വാങ്ങിക്കുന്ന ആളായിരുന്നു. പിന്നെ ഒരു ത്രൂട്ട് വേഷം ഞാനും ചെയ്തു. അവരൊക്കെ പറഞ്ഞു, ചേട്ടൻ്റെ ആയിട്ട് ഞങ്ങൾ എല്ലാ കോംപ്രമൈസിനും തയ്യാറ്. കോംപ്രമൈസിന് നല്ല അർത്ഥമുണ്ട് കേട്ടാ. അപ്പം ഇതെല്ലാം ഈ സിനിമയെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. സിനിമയെ പൊളിക്കാൻ ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രതികരിക്കുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. അതുകൊണ്ട് ജീവിക്കുന്ന 10,000-കണക്കിന് ആൾക്കാരുണ്ട്. നന്മ നിറഞ്ഞ ആൾക്കാർ ഇനിയും ഒരുപാട് പേര് വരാനുണ്ട്. സിനിമാ പ്രവർത്തകയാണോ ഡയറക്ടറാണോ ഇങ്ങനെ ശരിയല്ല എന്ന് ചിന്തിക്കുന്നതിന് മുമ്പേ ഇതുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ 10 ലക്ഷം രൂപയ്ക്കകത്ത് അത് അത്രയും വർക്ക് കഴിഞ്ഞു. അടുത്തതാണ് പ്രൊഡ്യൂസറിൻ്റെ കണക്ക് വരുന്നത്. പിന്നെ ഇനി അടുത്തുള്ളത് ഏതാണ്? തുറന്നു തന്നെ പറഞ്ഞേക്കാം. ക്യാമറ, യൂണിറ്റ്, ദെൻ താമസം, ഭക്ഷണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ 4-5 കൂടെ ചേർത്ത് പ്രൊഡ്യൂസർ എന്നോട് പറഞ്ഞു, ചേട്ടാ 25 ലക്ഷം രൂപ 30-ന് തീർക്കാമെന്ന് ചേട്ടൻ അന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതല്ലേ. എൻ്റെ കയ്യിൽ നിന്ന് 45 ലക്ഷം രൂപ എൻ്റെ അടിവയറ്റിൽ നിന്ന് തീ കയറി. പിന്നെ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നത് എന്താ? സ്റ്റാർ ഹോട്ടലിലായിരുന്നു എല്ലാവർക്കും താമസം, ഭക്ഷണം സ്റ്റാർ ഹോട്ടലിലായിരുന്നു. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ചെയ്യാനായി ഒരു പ്രൊഡ്യൂസർ സഞ്ചരിക്കരുതെന്നുള്ള ഇൻഫർമേഷൻ കൂടെ തരികയാണ്. കലയെ പാഷനേറ്റ് ആയിട്ട് നമ്മൾ അർപ്പിച്ച് എടുക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ ചെയ്തു. 2020 കോളേജിലേക്ക് വന്നു. ലാലേട്ട ഉൾപ്പെടെ പറഞ്ഞു, അടുത്ത 2 സിനിമകളിൽ ചാൻസ് തരാം. ചിലപ്പോൾ തരും, അദ്ദേഹം വരും സമയങ്ങളിൽ തരും. ഇതുവരെ കിട്ടിയിട്ടില്ല, വിഷമമുണ്ട്, എന്നാലും കുഴപ്പമില്ല. അദ്ദേഹം വാക്ക് പറഞ്ഞാൽ ഉറപ്പായിട്ട് തരും. ആ സിനിമ മൂത്ത് ആ ഭ്രാന്ത് കയറിയിട്ട് ഈ വർഷം റിട്ടയർ ചെയ്യാനിരുന്ന ഞാൻ 5 വർഷവും 1.25 കോടി രൂപ ബാലൻസ് ശമ്പളം ഉള്ളത് വേണ്ടാന്ന് എഴുതി കളഞ്ഞിട്ടാണ് ഞാൻ ഈ സിനിമയോട് പാഷൻ മൂത്ത് എടുത്ത് ചാടിയത്. ഞാൻ ഇതിൽ വന്നിട്ട് 100-500 രൂപ വെച്ച് എന്തുണ്ടാക്കാനാണ്? പക്ഷേ നല്ല ക്യാരക്ടേഴ്സ് കിട്ടുക എന്നുള്ളൊരു തലത്തിലേക്ക് പോകും. പക്ഷേ ജീവിക്കാൻ പൈസ വേണം. ഉറപ്പായിട്ട് അദ്ദേഹം പറഞ്ഞ പോലെ നല്ല മാന്യമായ റെമ്യൂണറേഷൻ വേണം. അതിനൊന്നും മാറ്റമില്ല. അത് ചെയ്തു വരുന്നു. അപ്പോൾ ചെയ്തു വരുമ്പോൾ ആ ഒരു വർക്കിൽ എനിക്ക് ഒരുപാട് പേരെ പങ്കെടുപ്പിക്കാൻ പറ്റി. എന്ന് പറഞ്ഞത് നേരത്തെ ഇവിടെ പ്രസംഗിച്ചതിൽ പറഞ്ഞു, ഒരുപാട് അനുഭവങ്ങളുള്ള, ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ് ഇങ്ങനെയുള്ള സിനിമകളിലേക്ക് അല്ലെങ്കിൽ ഇതിലേക്ക് വരുന്നത്. അപ്പം അവർക്ക് നല്ല വേഷങ്ങൾ കൊടുക്കുക, അവരെ ഉദ്ധരിക്കാനായിട്ട് ശ്രമിക്കുക. ഞാനും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ആർട്ടിസ്റ്റ് മാത്രമല്ല, ടെക്നീഷ്യനും കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് ചെറിയ ബഡ്ജറ്റിലും സിനിമ എടുക്കാൻ പറ്റും. പക്ഷേ ഇനിയുള്ള പേടി എന്താണെന്ന് വെച്ചാൽ, അത് എൻ്റെ സഹോദരിമാരെ ആരും പീഡനത്തിന് വിധേയമാകാൻ പാടില്ല. ഒരു സ്ത്രീകളെയും പീഡിപ്പിക്കാൻ പാടില്ല, പുരുഷന്മാരെയും പീഡിപ്പിക്കാൻ പാടില്ല. പക്ഷേ എൻ്റെ വിഷമം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഞാൻ 3 കഥകൾ കേൾക്കാനിരിക്കുമ്പോൾ 3 സംവിധായകരോടൊപ്പം സഹകരിക്കുമ്പോൾ, എറണാകുളത്ത് കടവന്ത്രയിൽ 3 പേരോട് ഞാൻ സഹകരിക്കുമ്പോൾ, ആ സ്ക്രിപ്റ്റിൽ പലതിലും സ്ത്രീ കഥാപാത്രങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു ഇല്ല എന്നുള്ളതാണ് മറ്റൊരു ദാരുണമായ സത്യം.
വാഴ എന്ന് പറയുന്നൊരു സിനിമ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾ പോയി കണ്ടാൽ മതി. ഒരു ലേഡി, ഒരു സ്ത്രീ കഥാപാത്രം അങ്ങാണ്ടേ ഉള്ളൂ. ഇപ്പം ഞാൻ മെനഞ്ഞാന്ന് കേട്ട ഒരു സ്ക്രിപ്റ്റിലാണെങ്കിൽ ആരുമില്ല. ഞാൻ തന്നെ അപ്പം ഇന്നലെ മെനഞ്ഞാന്ന് പറഞ്ഞു ഒരു 2-3 സ്ത്രീ കഥാപാത്രങ്ങളും കൂടെ വേണം കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് അമ്പിളി സജിയും ചിന്നപ്പനെയും കൂടെ അതിൽ കയറ്റാൻ വേണ്ടി തന്നെയാണ് കേട്ടോ. ഇത് വേറെ ഒന്നുമല്ല, എന്നെ വിശ്വസിച്ച് എന്നോടൊപ്പം സഞ്ചരിക്കുന്ന ആൾക്കാരെ ഞാൻ ഇപ്പം ബിച്ചു എന്നെ റെക്കമെൻഡ് ചെയ്ത പോലെ ഇതിനകത്ത് റെക്കമെൻഡേഷൻ ഉണ്ടാവും, വേറെ ഒന്നുമല്ല. അതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. നമുക്കൊരു ചാൻസ് തരുമ്പോൾ തിരിച്ചൊരു ചാൻസ് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ള നിലയിൽ ഞാനിങ്ങനെ ജസ്റ്റ്. പക്ഷേ ഞാൻ പറയുന്ന റോളല്ല അതിനകത്തുള്ള 15-20 വയസ്സുള്ള 2 പെൺകുട്ടികളാണെങ്കിൽ ഈ എൻ്റെ പോലെയുള്ള അമ്മച്ചി പോലെയുള്ള ഇവർ 2 പേരെ കൂടെ എടുക്കാൻ പറ്റുമോ? സോറി കേട്ടോ, ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ. ലാലേട്ടൻ പറഞ്ഞ കണക്ക് നല്ലൊരു ക്യാരക്ടർ നമ്മളെ തേടി വരണമെങ്കിൽ ഭാഗ്യം ഉണ്ടാവണം, ദൈവാനുഗ്രഹം ഉണ്ടാവണം. അപ്പോൾ സിനിമ അതൊരു ദൈവിക കലയാണ്, ഇതൊരു കലയാണ്, അത് ദൈവികത ഉണ്ടാവണം. നമ്മൾ ചിലപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ കുറുവഴിയിലൂടെ കയറി വന്നു എന്ന് വരാം, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ 8 നിലയിൽ പൊട്ടി വെളിയിലേക്ക് പോകും. അഹങ്കാരിയുടെ ഭവനം കർത്താവ് തകർക്കും എന്ന ബൈബിളിലൊരു വചനമുണ്ട്. മിക്കവാറും സ്റ്റാൻലി മാഷിന് കേട്ടിട്ടുണ്ടാവും, ബൈബിളിലുള്ള വാക്കായതുകൊണ്ട്. അപ്പോൾ ഈ അഹങ്കാരം കൂടി വരുമ്പോൾ പല വഴിയിലൂടെ പൊട്ടലുണ്ടാകും. അതില്ലാതാവട്ടെ, ഇതിനകത്തെല്ലാം നന്മയുള്ളവരായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ കർമ്മങ്ങൾ നന്നായി ചെയ്തുകൊണ്ട് ആർക്കും ഒരു ദോഷം ഉണ്ടാകാത്ത രീതിയിൽ. പക്ഷെ അതേ സമയത്ത് തന്നെ ഞാൻ പറയുന്നു, സെക്സ് എന്ന് പറയുന്നതും ഡിവൈനാണ്. നിങ്ങൾ അമ്പലങ്ങളിലും ഖജുരാഹോകളിലും മറ്റ് സ്ഥലങ്ങളിൽ പോയാൽ വലിയ വലിയ അമ്പലങ്ങളിൽ ശിവന്റെയും പാർവതിയുടെയും ദാരുശില്പങ്ങൾ പല ഡാൻസ് രൂപത്തിൽ വെച്ചിട്ടുണ്ട്. അത് ഓർക്കണം, അതും ഡിവൈനാണ്. നമ്മുടെ മുമ്പിൽ ഡിവൈനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ പീഡനം എന്ന് പറയുന്ന മോശപ്പെട്ട ഒരു കാര്യത്തിനെതിരെ ഞാനായിരിക്കും ആദ്യം വെട്ടുക. ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ചാൻസ് കൊടുക്കാമെന്ന് വിളിച്ചു വരുത്തിട്ട് അതിനെ പീഡിപ്പിച്ചതിന് ശേഷം ചാൻസ് കൊടുക്കാതെ വിടുകയാണെങ്കിൽ ആ സമയത്ത് അദ്ദേഹത്തിനെതിരെ ആരാണോ ആ വൃത്തികെട്ട പരിപാടി ചെയ്ത് അയാൾക്കെതിരെ ആഞ്ഞടിക്കാൻ ഞാനും ഉണ്ടാകും. എന്നാൽ ഈ പീഡനങ്ങൾ നമ്മുടെ ചാനലുകളിലും അതിലും ഇതിലും വിളിച്ചു പറഞ്ഞു പോകുമ്പോൾ 99% സംവിധായകരും നിർമ്മാതാക്കളും ആർട്ടിസ്റ്റുകളും ഇങ്ങനെ ഒന്നും സഞ്ചരിക്കാത്ത നല്ല മനുഷ്യരാണെന്നുള്ള കാര്യവും കൂടെ നമ്മൾ ചിന്തിക്കാനായിട്ട് ശ്രമിക്കണം. ഒരു 1% അല്ലെങ്കിൽ 10% വരുന്ന ഏതെങ്കിലും ചെറിയ ആൾക്കാർ ചെയ്യുന്ന പേരുദോഷം നല്ല ആൾക്കാരുടെ തലയിലേക്ക് കൂടെ നമ്മൾ ചാർത്തി കൊടുക്കുന്ന ഒരു ശീലം ഈ ഇൻഡസ്ട്രിയെ തന്നെ തകർക്കും. ഒരുപക്ഷെ ഇന്ത്യയിലൊന്നും പോലും ഇല്ല, ലോകത്ത് പോലും ഇല്ലാത്ത ഒരു കമ്മീഷനാണ് നമ്മളിപ്പോൾ ഇന്ന് കണ്ടത്. നല്ല കാര്യം, കമ്മീഷൻ വരട്ടെ. കേരളം എത്ര കമ്മീഷനുകളെ കണ്ടിരിക്കുന്നു, കമ്മീഷനുകൾ എത്ര കേരളത്തെ കണ്ടിരിക്കുന്നു, ലോകത്തെ കണ്ടിരിക്കുന്നു. അപ്പം അതൊക്കെ നല്ല കാര്യമാണ്, വെൽക്കം ചെയ്യാം, അതിന് മാറ്റമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം റിയാലിറ്റി അറിയേണ്ടത്, ഞാനിപ്പോൾ 2020 മുതൽ ഫുൾ ടൈം ഇതിനകത്താണ്. സിനിമയെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു തമാശ രൂപത്തിലെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അനിയൻ ചിറ്റപ്പനാണ് ജോഷി എന്ന് പറയുന്ന സൂപ്പർ സംവിധായകൻ. പക്ഷേ ഇന്ന് വരെ ഞാൻ ചിറ്റപ്പൻ്റെ അടുത്ത് പോയിട്ട് ഒരു ചാൻസ് എന്ന് ചോദിച്ചിട്ടില്ല. കാരണം കഴിവുണ്ടെങ്കിൽ വളർന്ന് കയറി അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ, എത്തിയില്ലെങ്കിൽ അദ്ദേഹം കാണുമ്പോൾ നീ വാടാ, അടുത്തേൽ എൻ്റെ ഒരു തല്ലിപ്പുള്ളി ഒരു ഗുണ്ടയായിട്ടൊരു വേഷമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരെണ്ണമുണ്ട്, അങ്ങനെ വിളിച്ചു തരണടാ മോനെ എന്ന് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യം നമ്മുടെ കഴിവുകൾ തെളിയിക്കുക എന്നുള്ളതാണ്. ആ വേദിയിലേക്ക് വേണം നമ്മൾ പോകാനായിട്ട്. അപ്പോൾ നമ്മൾ കയറി വരിക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ ത്യാഗങ്ങൾ അനുഭവിച്ച്, കഷ്ടതകൾ അനുഭവിച്ച്, പീഡനങ്ങൾ അനുഭവിച്ച് നമ്മൾ വളർന്ന് കയറി വന്നാൽ മാത്രമേ സ്വർണം അഗ്നിയിൽ ഉരുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. ആ സ്വർണം അഗ്നിയിൽ ഉരുക്കി അതിലെ മാലിന്യങ്ങൾ കഴിഞ്ഞാണ് അതിനെ ഒരു നല്ല സ്വർണ്ണാഭരണമായി മാറ്റുന്നത്. ഈ തുടക്കത്തിൽ ഞാൻ പറഞ്ഞൊരു വാക്കൂടെ പറഞ്ഞ് ചുരുക്കാം. പീഡനം അനുഭവിക്കാത്ത കഥകളി നടന്മാരില്ല. സ്വയം ശരീരത്തിനെ എത്രയോ വർഷങ്ങൾ പീഡിപ്പിച്ചിട്ടാണ് കണ്ണ് ഏത് രീതിയിലാണ് പോകേണ്ടതെന്ന് നമ്മൾ നോക്കുന്നത് അല്ലേ. നമ്മൾ വിചാരിച്ചാൽ നടക്കത്തില്ല. ഭരതനാട്യമൊക്കെ പഠിക്കുന്ന കുട്ടികൾ, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരും അവരവരുടെ ശരീരത്തെ സ്വയം പീഡിപ്പിക്കുന്നു അല്ലേ. അപ്പം പീഡനം വാക്ക് നല്ലതിനെടുക്കുക. നമ്മൾ അത്രത്തോളം ത്യാഗങ്ങൾ അനുഷ്ഠിച്ച് ഞാൻ എന്തുകൊണ്ട് അമ്പിളി സജിയുടെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ജിൻസി, ഇന്നലെ രാത്രി 12:30 ആയപ്പോഴത്തേക്ക് അമ്പിളി സജി എന്നെ വിളിക്കുകയാണ്, ചേട്ടാ ഞാനിപ്പം ഇടുക്കി അടുപ്പിച്ചുള്ള തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. എവിടെ നിന്നാണ് അമ്പിളി സജി? തൃശ്ശൂർ എന്തോ ഒരു പ്രൊഡക്ഷൻ ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ തൃശ്ശൂരിൽ നിന്ന് രാത്രിക്ക് വണ്ടി കയറി ചെന്ന് തൊടുപുഴ മൂവാറ്റുപുഴ ഏതോ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് മകൻ പിക്ക് ചെയ്യാനായിട്ട് വന്ന് അവിടെ നിന്ന് പോകുന്ന അമ്പിളി സജി. ഞാൻ പറഞ്ഞു, അമ്പിളി നീ നാളെ വരണ്ട, എനിക്ക് എപ്പോഴും ഫോൺ കോൾ വരാറുണ്ട്, എനിക്ക് ടൈമൊന്നുമില്ല. അപ്പോൾ എപ്പോൾ നീ നാളെ വരണ്ട, പിന്നെ രാവിലെ വീണ്ടും ഓടണ്ടേ. ഞാനിവിടെ ആദ്യം നോക്കിയതാണ്. അതും കഴിഞ്ഞ് നേരെ പോയി കിടന്ന് ഉറങ്ങിയില്ല. അതിന് മുമ്പേ വെളുപ്പാങ്കാലത്ത് തൊടുപുഴയിൽ നിന്ന് ഈ പരിപാടിക്ക് വന്നിട്ട് ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല. ആ കാണിച്ച അമ്പിളി സജി ജിൻസി ചിന്നപ്പൻ്റെ പുറകെ ഇരിപ്പുണ്ട്. കൊടുക്കണമെന്നൊന്നും ഞാൻ പറയില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ സ്വന്തം ശരീരത്തിനെ ഇത്രത്തോളം സ്വയം പീഡിപ്പിച്ച് ഇത്രയും യാത്ര ചെയ്ത് അവിടം വരെ പോയിട്ട് ഈ പരിപാടിയിലേക്ക് വരാൻ
തിരിച്ചും വരുമ്പോൾ ഒന്ന് ആലോചിച്ചേ, ആ ആത്മാവിൽ, ആ മനസ്സിൽ, ആ ഹൃദയത്തിലുള്ള ഈ സിനിമയോട്, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആവാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു മികച്ച കലാകാരിയാവണം, മികച്ച കലാകാരനാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള ആ ഒരു പാഷൻ, അതിനെ അംഗീകരിക്കാതിരിക്കാൻ കഴിയത്തില്ല. തീർച്ചയായും നീ വന്നില്ലെങ്കിൽ ഞാൻ ഈ കൈയടിക്കില്ലായിരുന്നു, വന്നതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും കൈയടിക്കുന്നു. അപ്പം നമുക്ക് മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ, മറ്റുള്ളവരെ അനുമോദിക്കാൻ പലപ്പോഴും നമുക്കൊരു മടിയാണ്. കഴിവുള്ളവരെ നിങ്ങൾ അനുമോദിക്കാതെ, പ്രോത്സാഹിപ്പിക്കാതെ, ബൈബിളും വേദഗ്രന്ഥങ്ങളും പറയുന്നു, യേശുദേവൻ പറയുന്നു, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് പ്രവൃത്തിയും ആദ്യം നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കൂ എന്ന്. നിങ്ങൾക്ക് കൈയടി വേണോ? നിങ്ങൾ മറ്റുള്ളവർക്ക് കൈയടിക്കും. നിങ്ങളെ മറ്റുള്ളവർ സ്വീകരിക്കണോ? നിങ്ങൾ ആദ്യം മറ്റുള്ളവരെ സ്വീകരിക്കാൻ തയ്യാറാവും. ഭർത്താവിൽ നിന്ന് നല്ലൊരു സ്നേഹം, അല്ലെങ്കിൽ ഭാര്യയിൽ നിന്ന് നല്ലൊരു സ്നേഹം വേണോ? ഭർത്താവ് മാത്രം ഉരുട്ടി വിഴുങ്ങാതെ കഴിക്കുന്ന കൂട്ടത്തിൽ ഭാര്യയ്ക്കും കൂടെ ഒരു ഉരുള ഉരുട്ടി വായിലേക്ക് വെച്ചു കൊടുക്കും. അല്ലാതെ ബലികർമ്മം കർക്കിടവാവ് വരുമ്പോൾ ആലുവ മണപ്പുറത്ത് വന്നിരുന്ന് ഉണ്ട ഉരുട്ടി കളിച്ചിട്ട് ഒരു കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കാനായിട്ട് ആദ്യം നമ്മൾ പരിശീലിക്കണം. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനങ്ങ് ചുരുക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുമ്പോൾ എല്ലാം ഉൾക്കൊണ്ട് കണ്ടാണ് പറഞ്ഞത്. സിനിമ തകരാൻ പാടില്ല. മലയാള സിനിമ കഴിഞ്ഞ വർഷം 250-ലധികം സിനിമകൾ റിലീസ് ചെയ്തു. പക്ഷേ 200 എത്ര എണ്ണം കച്ചവടമായെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയേ. 10-20 സിനിമ കഴിഞ്ഞ് ബാക്കി 230-ലധികം സിനിമകളുടെയും പ്രൊഡ്യൂസർമാർ കുത്തുവാള എടുത്തിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിനകത്തുള്ള വർക്കുകളിൽ അത് മുന്നോട്ട് പോകുന്നില്ല. ഈ വർഷം 2024 ഏകദേശം 140-150 സിനിമകളായി. 10 സിനിമകൾക്കകത്ത് മാത്രമാണ് കാശുണ്ടാക്കിയിട്ടുള്ളത്. ബാക്കി പലരും ബാക്കിലേക്ക് പോയി. 200 സിനിമകളുടെ പ്രൊഡ്യൂസർമാർ ബാക്കിലേക്ക് പോയാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളാകുന്ന ആഗ്രഹമൂത്ത് നിൽക്കുന്ന കലാകാരന്മാർക്കും കലാകാരികൾക്കും ഇതില്ല. ഇത് പറഞ്ഞില്ലെങ്കിൽ ഇന്നലെ എന്നോട് സംസാരിച്ച ചില പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും പറഞ്ഞ വാക്കെനിക്ക് ഓർത്തില്ല എന്ന് വരാൻ പാടില്ല. അതുകൊണ്ട് പറയാണ്, ഇന്നലെ സംസാരിച്ച 2 പ്രൊഡ്യൂസർമാർ പറഞ്ഞു, സാറേ ഇപ്പം തുടങ്ങണമെന്ന് വിചാരിച്ചിരുന്നതാണ് ചേട്ടാ, പക്ഷേ തൽക്കാലം ഇപ്പം വേണ്ട, ഇനി ഒരു 6 മാസം കഴിയട്ടെ. അങ്ങനെ 6 മാസം, അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് അവർ വരുമ്പോൾ നമ്മളാകുന്ന പലരും എത്ര പേര് ബാക്കി ഉണ്ടാവുമെന്ന് അറിയാൻ പറ്റില്ല, അല്ലേ? പുതിയ തലമുറയ്ക്ക് അതിന് അവസരം ഉണ്ടാവും. അതുകൊണ്ട് നമ്മളാൽ കഴിവുള്ള സഹായം അത് മറ്റുള്ളവർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും ആരോടും. ബിന്ദു പണ്ട് തൊട്ടേ ഞാൻ ബിന്ദുവിൻ്റെ സിനിമ കാണുന്നതാണ്. ഞാൻ തമാശയ്ക്കല്ല പറഞ്ഞത്. ഞാൻ കറുത്തമുത്തിൻ്റെ ഭയങ്കര ഒരു ഫാനായിരുന്നു അന്ന്. കറുത്തമുത്ത് സീരിയൽ ഓടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അങ്ങനെ നമുക്ക് കഴിവുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്ത് പറയാം, എൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു കാരണവശാലും ഒരു സ്ത്രീക്കോ പുരുഷനും കൂടെ പറയും കേട്ടോ, ഒരു പീഡനങ്ങളും ഉണ്ടാവില്ല. കാരണം ആ പീഡനം ഉണ്ടാവാതിരിക്കാൻ ഞാൻ കഴിഞ്ഞ 17 വർഷം കൊണ്ട് ബൈബിളും ഖുറാനും രാമായണവും ഭാഗവതവും, എൻ്റെ ഡോക്ടറേറ്റ് മൈക്രോബയോളജിയാണ്, അവിടെ നിന്ന് സ്പിരിച്വാലിറ്റി ഇവിടെ പഠിച്ചത് മാത്രമല്ല, യേശുദേവൻ പറഞ്ഞൊരു വചനം ഞാനങ്ങ് എടുത്തിട്ട് കഴിഞ്ഞ 17 വർഷം കൊണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആ വചനവും കൂടെ പറഞ്ഞങ്ങ് നിർത്താം. വേറെ ഒന്നുമല്ല, ജന്മനാൽ ഷണ്ടരായി ജനിക്കുന്നവരുണ്ട്, കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് അടുത്ത തലമുറ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കാൻ കഴിയില്ല, സ്റ്റെറൈലായി. പിന്നെ ജനങ്ങളാൽ ഷണ്ടരാക്കപ്പെടുന്ന